എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സമവാക്യ ജോഡികളിലെ പ്രോബ്ലം ആണോ എന്ന് വരെ ചിലപ്പോൾ സംശയം വരാം. ചോദ്യം ഇതാണ്: ഒരു കർഷകന് ഒരു ഫാമുണ്ട്. ആ ഫാമിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? കോഴികളെയും പശുക്കളെയും വളർത്തുന്നുണ്ട്. ഇതിൽ കോഴികളുടെയും പശുക്കളുടെയും തലകളുടെ എണ്ണം എന്ന് പറയുന്നത് 75ആണ്. ആകെ കാലുകളുടെ എണ്ണം 200ആണ്. ഇനി നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പശുക്കളുടെയും കോഴികളുടെയും എണ്ണം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനെ എങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ നമുക്കൊരു സമവാക്യമാക്കി മാറ്റാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? കോഴികളുടെ എണ്ണം എത്രയാണെന്നും പശുക്കളുടെ എണ്ണം എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോഴികളുടെ എണ്ണം X എന്നെടുക്കുന്നു, പശുക്കളുടെ എണ്ണം Y എന്നെടുക്കുന്നു. ഇനി ഇത് ഉപയോഗിച്ച് തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മളിനി എന്ത് ചെയ്യണം? ഒരു 2 ജോഡി സമവാക്യങ്ങൾ രൂപീകരിക്കണം. ഇനി അത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോഴികളുടെയും പശുക്കളുടെയും എണ്ണം എത്രയെന്നുള്ളത് കിട്ടുക. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? കോഴികളുടെ എണ്ണം X എന്നെടുക്കാം. ഇനി അടുത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? പശുക്കളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പശുക്കളുടെ എണ്ണം സമം Y. ഇനി തന്നിരിക്കുന്ന വിവരങ്ങളെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ആകെ തലകളുടെ എണ്ണം 75ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പശുക്കളുടെയും കോഴികളുടെയും തലകളുടെ എണ്ണം 75ആണ്. അതായത് അവയുടെ സെപ്പറേറ്റ് എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവ രണ്ടും എന്തുണ്ട്? 75 ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? കോഴികളുടെ എണ്ണം X ആണെന്ന് അറിയാം, പശുക്കളുടെ എണ്ണം Y ആണെന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 75 കിട്ടണം. കാരണം തല എണ്ണീട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ജീവികൾ എത്ര ഉണ്ടെന്ന് പറയും. അപ്പോൾ സ്കൂളിൽ ചെന്നാൽ നമ്മൾ അറ്റൻഡൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? കുട്ടികളുടെ തലയെണ്ണ അല്ലെങ്കിൽ ഒരു കൈ പൊക്കാനാണ് പറയും. അപ്പോൾ സിംഗിൾ സാധനമാണ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നല്ലേ ഒരു ജീവിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മൊത്തം 75 ജീവികൾ അവിടെ ഉണ്ട്. അതായത് പശുക്കളുടെ എണ്ണവും കോഴികളുടെ എണ്ണവും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 75 എന്ന് നമുക്ക് കിട്ടണം. അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. അതായത് X + Y സമം എന്ത് കിട്ടും? 75 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്താണെന്ന് നോക്കാം. 2 എന്താ തന്നിരിക്കുന്ന വിവരം? ആകെ കാലുകളുടെ എണ്ണം 200 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് കോഴിക്ക് 2 കാലേ ഉള്ളൂ എന്നറിയാം. അതേപോലെ പശുക്കൾക്ക് എത്ര കാലാണ്? 4 കാലാണ്. അപ്പോൾ കോഴികളുടെ കാലിൻ്റെ എണ്ണം എത്രയായിരിക്കും? X കോഴികളുണ്ട് വെച്ചാൽ ആകെ കോഴികളുടെ കാലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഒരു 10 കോഴികളുണ്ടെന്ന് വിചാരിക്കാം. കോഴികളുടെ കാലിൻ്റെ എണ്ണം എത്രയായിരിക്കും? 10 × 2 20. ഇവിടെ നമുക്ക് എത്ര കോഴികളുണ്ടെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്? X കോഴികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും കോഴികളുടെ കാലിൻ്റെ എണ്ണം എന്ന് പറയുന്നത്? 2x ആയിരിക്കും നമ്മുടെ കോഴികളുടെ കാലിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതേപോലെ പശുക്കളുടെ കാര്യമാണ് വെച്ചാലോ, പശുക്കൾക്ക് എത്ര കാലുണ്ട്? 4 കാലുണ്ട് പശുക്കൾക്ക്, അല്ലേ? അപ്പോൾ 4 × Y സമയം എത്രയാണ്? 200 ആണ് ആകെ കാലുകളുടെ എണ്ണം എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 200 എന്നുള്ളത് കിട്ടണം. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടി? 2 ഇക്വേഷൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരാളെ ഒന്നില്ലെങ്കിൽ X ഒഴിവാക്കണം, അല്ലെങ്കിൽ ആരെ ഒഴിവാക്കണം? Y ഒഴിവാക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? X-ൻ്റെ വില എത്രയാണെന്നോ Y-ൻ്റെ വില എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഞാനിവിടെ ഒഴിവാക്കാൻ പോകുന്ന ആൾ X ആണ്. അപ്പോൾ ഇവിടെ 2x ഉണ്ട്, ഇവിടെ ഒരു X ഉള്ളൂ. അപ്പോൾ ക്യാൻസലായി പോകണമെങ്കിൽ ഇയാളെ എത്രയാക്കണം? 2x ആക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ടോട്ടലി ഞാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഞാനതൊന്ന് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ ഗുണിക്കണം 2. ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 2x + 2y സമം 150. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇപ്പോൾ 2ലും എന്താണ്? പ്ലസ് ചിഹ്നങ്ങളാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് ഏതാണോ വലിയ ഇക്വേഷൻ, നമ്മുടെ വലിയ ഇക്വേഷൻ ഏതാണ്? 2ാമത്തെ ഇക്വേഷനാണ് വലിയ ഇക്വേഷൻ. 3ാമത്തെ ഇക്വേഷൻ എന്താണ്? ചെറിയ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2ാമത്തെ ഇക്വേഷനിൽ നിന്ന് 3ാമത്തെ ഇക്വേഷൻ കുറയ്ക്കാം. 2x നിന്ന് 2x പോന്നാൽ ബാക്കി ആരും ഉണ്ടാവില്ല, 0x ആണ്. അപ്പോൾ 0x + 4y ഉണ്ട്, 2y കുറച്ചു. അപ്പോൾ എത്ര വരും? വീണ്ടും 2y സമം 2y സമയം എന്ത് കിട്ടും? 200 - 150 50 എന്ന് കിട്ടും. അതായത് 2yയുടെ വിലയാണ് 50. അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? വൈയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാം. y സമം 50/2
25 എന്ന് കിട്ടും. അതായത് y എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തിരുന്നത്? എന്തായിരുന്നു y എന്ന് പറഞ്ഞാൽ എടുത്തിരുന്നത്? പശുക്കളുടെ എണ്ണമായിരുന്നു y എന്ന് പറഞ്ഞത്. അത് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 25 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോഴികളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് yക്ക് വില ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? 75 പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വൈയുടെ വില എത്രയാണെന്ന് കിട്ടി? 25 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 25 സമം 75 എന്നും എക്സ് സമം 75 മൈനസ് 25 സമം 50 എന്നും കിട്ടും. ഇപ്പം എന്തൊക്കെ കിട്ടി? കോഴികളുടെ എണ്ണം 50 പശുക്കളുടെ എണ്ണം 25 നമുക്ക് കിട്ടി. ഇതാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഴികളുടെ എണ്ണം സമം 50 എന്നും പശുക്കളുടെ എണ്ണം സമം 25 എന്നും നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു.